പ്രിയമുള്ളവരെ, ഈശോ ഇന്ന് ഒരു ഫരിസേയന്റെ വീട്ടിലാണ്. സാബത്ത് ദിവസമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു, ഒരു മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു. ഈ മഹോദര രോഗം എന്ന് പറയുന്നത് നീർവീക്കം. ചുറ്റും പ്രീശന്മാരും നിയമജ്ഞരും കൂടിയിട്ടുണ്ട്. മോശയുടെ നിയമങ്ങളെ ആചരിക്കുന്നുണ്ടോ ബഹുമാനിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയുവാനും ഈശോയിൽ തെറ്റ് കണ്ടുപിടിക്കുവാനും പ്രീശന്മാരും നിയമജ്ഞരും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഇത് ഈശോയ്ക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. സാബത്ത് ദിവസമാണ്, അവിടെ വിരുന്നുണ്ട്. ഒരു വലിയ സിംപോസിയം കണക്ക് 10-30 ആൾക്കാര് ഒരുമിച്ചുകൂടി ആഹാരം കഴിക്കുന്നതിനോടൊപ്പം സമകാലീന വിഷയങ്ങള്, മതപരമായും രാഷ്ട്രീയപരമായുമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് സാധാരണ ഇങ്ങനെ ഉള്ള യോഗങ്ങളിൽ സംഭവിക്കുക. ഇന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് ഈശോയാണ്. ശിഷ്യന്മാരും കൂടെയുണ്ട്. ഈശോ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കുന്നവർ വിരുന്നുശാലയിലെ പ്രമുഖ സ്ഥാനങ്ങൾ കൈയടക്കുവാൻ വേണ്ടി പാടുപെടുന്നത് കണ്ടു. അതുപോലെ വേറൊരു കാര്യം ഈശോ ശ്രദ്ധിച്ചു. ക്ഷണിക്കപ്പെട്ടവർ എല്ലാവരും വലിയ പിടിപാടുള്ളവരും അറിവുള്ളവരും സമൂഹത്തിലെ ഉന്നത തലങ്ങളിൽ നിൽക്കുന്നവരുമാണ്. സാധാരണക്കാരെ ആരെയും അങ്ങോട്ട് ക്ഷണിച്ചതായിട്ട് ഈശോ കണ്ടില്ല. ഇവിടെ ഈശോ അതിഥികൾക്കും ആതിഥേയർക്കും ഒരു ഉപദേശം നൽകുന്നുണ്ട്. നിങ്ങൾ വിരുന്ന് നടത്തുമ്പോൾ നിങ്ങൾ സ്ഥിരം ക്ഷണിക്കാറുള്ള വലിയ വലിയ ആൾക്കാരെ മാത്രം ക്ഷണിക്കാതെ സാധാരണക്കാരെയും പാവങ്ങളെയും അംഗവിഹീനരെയും ദരിദ്രരെയും വിരുന്നിൽ പങ്കുചേർക്കണം എന്നാണ് ഈശോ പറയുന്നത്. അതുപോലെ തന്നെ വിരുന്നിന് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ ആ വിരുന്നില് പ്രമുഖ സ്ഥാനം കൈയടക്കി സ്വയം അപമാനിതരാകരുത് എന്ന് ഈശോ പറയുകയാണ്. പ്രമുഖ സ്ഥാനങ്ങളും മനുഷ്യന്റെ മുമ്പിലുള്ള മേന്മ നടിക്കലും എല്ലാം ഒരു ഹിപ്പോക്രസിയുടെ ഭാഗമായിട്ട് കർത്താവ് പൊളിച്ചെടുക്കുന്നുണ്ട്. മനുഷ്യന്റെ മുമ്പില് അഭിനയിക്കുവാനും മനുഷ്യന്റെ മുമ്പിൽ താൻ എന്തോ ഒക്കെ ആയി തീർന്നു എന്ന് പ്രൂവ് ചെയ്യുവാനുമുള്ള ഒരു ജന്മവാസന എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് എല്ലാവർക്കുമുണ്ട്. ആ ഒരു വികാരത്തെ ഈശോ കൺട്രോൾ ചെയ്യാനായിട്ട് പറയുകയാണ്. കാരണം നീ വലുതോ ചെറുതോ ആകേണ്ടത് ജനസമൂഹത്തിന്റെ മധ്യത്തിൽ നീ തന്നെ അങ്ങ് ഉയർത്തിയല്ല, മറിച്ച് ദൈവത്തിന്റെ മുമ്പിൽ വിനീതനായി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് നീ നിന്റെ ജീവിതം നയിക്കുമ്പോൾ നാച്ചുറലായിട്ട് തന്നെ മറ്റുള്ളവർ നിന്നിലെ നന്മ കണ്ടെത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പൊതുസ്ഥലങ്ങളിലും വിരുന്ന് സൽക്കാരങ്ങളിലും ഒക്കെ പെരുമാറണം എന്നുള്ളതാണ് ഈശോ ഇവിടെ ആഗ്രഹിക്കും. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തില് 2-ാം അധ്യായം 5 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിനുണ്ടായിരിക്കുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. എന്താണ് യേശുക്രിസ്തു കാണിച്ചു തന്ന മനോഭാവം? ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യരെ പോലെ കാണപ്പെട്ടു. കുരിശു മരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഞാൻ എന്തായിരുന്നാലും അത് ദൈവത്തിന്റെ കൃപയാലാണ്. എനിക്ക് അഹങ്കരിക്കുവാൻ ഒന്നും തന്നെ ഈ ജീവിതത്തിൽ ഇല്ല. കാരണം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, അഹങ്കാരികളെ ദൈവം വെറുക്കുന്നു, എളിമയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. എന്താണ് ഈ എളിമയും കൃപയും? ഈശോയാണ് നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവായി. ആ ദൈവത്തിന്റെ ആത്മാവിന് മുമ്പില് ഒരു കണ്ണാടി പോലെ നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യ മക്കളുടെ ഇടയിൽ, മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് നമ്മളെ തന്നെ ഉയർത്തേണ്ട യാതൊരു കാര്യവുമില്ല. മറിച്ച് ദൈവത്തിന്റെ സമാധാനത്തിലും പരിശുദ്ധാത്മാവിന്റെ കൃപയിലും ആയിരുന്നുകൊണ്ട് നന്മയായിട്ടുള്ളതും വിശുദ്ധമായിട്ടുള്ളതും സൗമ്യമായിട്ടുള്ളതും എളിമയായിട്ടുള്ളതും ഒക്കെ അന്വേഷിക്കുവാനുള്ള വലിയൊരു ശാന്തിയും സമാധാനവും ദൈവം നമ്മൾക്ക് നൽകും. മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തിയില്ലെങ്കിൽ, അല്ലെ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ സ്ഥാനങ്ങൾ നമ്മൾ അലങ്കരിച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരാതിരിക്കുന്ന ഒരു അവസ്ഥയില്ല. കാരണം നമ്മൾ ഉണ്ണുകയും ഉറങ്ങുകയും ചരിക്കുകയും ചെയ്യുന്നത് സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലാണ്. മാലാഖമാര് നമ്മുടെ കൂടെ വഴി നടത്തുവാനുണ്ട്. അവന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. കർത്താവ് പറയുകയുണ്ടായി, എന്റെ ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ പിതാവായ ദൈവത്തെ
അനുസരിക്കുക എന്നുള്ളതാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അഗസ്തീനോസ് പറയുന്നത് ഇപ്രകാരമാണ്: മാലാഖമാരെ പിശാചുക്കളാക്കിയത് അവരുടെ അഹങ്കാരമാണ്, എന്നാൽ മനുഷ്യരെ മാലാഖമാരാക്കിയത് അവരുടെ വിനയമാണ്. ദൈവത്തിന്റെ മുമ്പിൽ വിലയുള്ളവരായി തീരുവാനായിട്ട് സ്വയം എളിമപ്പെട്ട് മറ്റുള്ളവരെ നമ്മളെക്കാൾ മേന്മയുള്ളവരായി എല്ലാവരെയും, ഉള്ളവരെയും ഇല്ലാത്തവരെയും പാവങ്ങളെയും പണക്കാരെയും എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യത്തില് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഞങ്ങളുടെ ഉള്ളിലെ ഹൃദയ വികാര വിചാരങ്ങൾ പലപ്പോഴും മനുഷ്യരുടെ മുമ്പിൽ സ്വയം മേന്മ നടിക്കുവാനും അഹങ്കരിക്കുവാനും മറ്റുള്ളവരെ കൊച്ചാക്കുവാനും ഒക്കെയുള്ള പ്രവണത ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ട് കർത്താവേ. ഈ ചെറിയവനിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നീ ചെയ്തത് പ്രാക്ടിക്കലി ഓർക്കാറില്ല. ഈശോയെ, ഞങ്ങൾ അനുദിനം നടത്തുന്ന സംഭാഷണങ്ങളില്, കണ്ടുമുട്ടലുകളില് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവരോടും സമാന ഭാവത്തോട് ഇടപഴകുവാനായിട്ട് ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. നിന്റെ ആത്മാവിനാല് നയിക്കപ്പെടുവാനുള്ള കൃപ, സത്യം അറിയുവാനുള്ള കൃപ, നിന്റെ കൂടെ സഞ്ചരിക്കുവാനുള്ള കൃപ, വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനുള്ള കൃപ, ദൈവവചനം കേട്ട് സ്വയം ശുദ്ധീകരിക്കപ്പെടുവാനുള്ള കൃപ, ഇതെല്ലാം നീ ഞങ്ങൾക്ക് നൽകുന്നുണ്ടല്ലോ. ഈശോയെ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു കർത്താവേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.